ഈ എപ്പിസോഡും സാഗൂതം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എൻ്റെ പ്രേക്ഷകർക്ക് സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു നിർത്തിയത് AD 300 മറിയയോടുള്ള വീക്ഷണത്തിൽ, കാഴ്ചപ്പാടിൽ, നിലപാടുകളിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നാം ഇന്ന് അല്പമായിട്ട് നോക്കുവാനായിട്ട് പോവുകയാണ്. AD 300 ശേഷം ഏകദേശം AD 313 മിലാൻ വിളംബരം എന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. അത് പുറപ്പെടുവിച്ചത് നാം എല്ലാവരും അറിയുന്നത് പോലെ ഫ്ലേവിയസ് വറേലിയസ് ഔറേലിയസ് കോൺസ്റ്റാന്റിനസ് എന്നറിയപ്പെടുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമനും ലിസീനിയസും ചേർന്നാണ്. ലിസീനിയസ് സഹചക്രവർത്തിയാണ്. അവിടെ ഒരു സഹചക്രവർത്തിയുടെ ആവശ്യം വന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ വിപുലീകരണം കൊണ്ടാണ്. ആ മിലാൻ വിളംബരത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യമാണ്. അതായത് പീഡനം കൂടാതെ, ഭയം കൂടാതെ അവരുടെ ദൈവത്തെ ആരാധിക്കുവാനും ചർച്ചുകൾ പണിയുവാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായി. ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ അംഗീകാരവും അവർക്ക് കൂടുതൽ വ്യാപകതയും ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പൗരോഹിത്യ സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ടു. മനുഷ്യാവകാശ ധ്വംസനങ്ങളൊക്കെ ഇല്ലാണ്ടായി മിലാൻ വിളംബരത്തിലൂടെ. എന്നാൽ AD 313 മിലാൻ വിളംബരത്തോടുകൂടെയല്ല റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം മാറിയത്. അത് AD 380 ദ എഡിക്റ്റ് ഓഫ് തെസ്സലോനിക്ക അഥവാ തെസ്സലോനിക്ക വിളംബരത്തിലൂടെയാണ് റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം മാറുവാനായിട്ട് ഇടയായത്. 1-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 313 വരെയുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനിത്വം കലർപ്പില്ലാത്ത, മായമില്ലാത്ത, അന്യ മതങ്ങളുടെ കൂടിച്ചേരുകൾ സംഭവിക്കാത്ത, വളരെ ശുദ്ധമായി പോയിക്കൊണ്ടിരുന്ന ഒന്നായിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് പോലെ തന്നെ യാതൊരു കലർപ്പുമില്ലാതെ ശുദ്ധമായി പോയിക്കൊണ്ടിരുന്ന സഭ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം വരെയുള്ള ക്രിസ്ത്യാനികൾക്ക് അതികഠിനമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നതായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വലിയ പീഡനങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സഹിക്കേണ്ടി വന്നത്? കുസ്തന്തീനോസിന് മുമ്പുള്ള ഡയക്ലീഷ്യൻ വരെയുള്ള 10 റോമൻ ചക്രവർത്തിമാർ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു? എന്തുകൊണ്ട് അവരെ കൊല്ലുവാൻ തുനിഞ്ഞു? എന്തുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു? അതിനിടയാക്കിയ സംഭവങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ റോമൻ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ രീതികളെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് പോളിത്തിസ്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ബഹുദൈവ ആരാധകരാണ്. മറ്റു മതങ്ങളിൽ നിന്ന് സമാന ചിന്താഗതിയുള്ള, സമാന ദൈവവീക്ഷണമുള്ള അന്യജാതികളിൽ നിന്നൊക്കെ അവരുടെ ദേവന്മാരെയും വിഗ്രഹങ്ങളെയും വിഗ്രഹ നിർമ്മിത രീതികളെയും ഉൾക്കൊള്ളുവാൻ യാതൊരു മടിയും ഉള്ളവരായിരുന്നില്ല ഈ റോമാക്കാര് എന്ന് നമുക്കറിയാം. ഇറ്റാലിയൻ ഉപദ്വീപുകളിൽ ഗ്രേക്കരുടെ സാന്നിധ്യം അന്നു മുതലേ ഉണ്ട്. അവരുടെ ദേവനായ അപ്പോളോയെയും അതേപോലെ ഗ്രീക്കരുടെ വിഗ്രഹ നിർമ്മാണ രീതികളെയും ഒക്കെ ഉൾക്കൊള്ളുവാനും അതിനെ സ്വാംശീകരിക്കുവാനും ആഗീരണം ചെയ്യുവാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ശകുനം നോക്കൽ അഥവാ ദൈവങ്ങളുടെ അനുവാദം ചോദിക്കൽ, ഇതൊക്കെ റോമാക്കാര് സ്വാംശീകരിച്ചത് എട്രസ്കൻ റിലീജിയനിൽ നിന്നാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ദൈവങ്ങളെ ആരാധിച്ചിരുന്നത്
ഒരു കരാറിന്മേലാണ്. അവർക്ക് അവരുടെ ദൈവങ്ങളുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. ആ കരാറ് അറിയപ്പെടുന്നത് ഡു ഉഡ് ഡേ എന്നാണ്. ഡു ഉഡ് ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ഗിവ് ദാറ്റ് യു മൈറ്റ് ഗിവ്. അത്രത്തോളം അവരവരുടെ ദൈവങ്ങളെ ആത്മാർത്ഥതയോടുകൂടി ആരാധിച്ചു, അർപ്പണ മനോഭാവത്തോടുകൂടി അതിൻ്റെ പൂജകൾ ചെയ്തു. അങ്ങനെ അവരുടെ സമർപ്പണം കണ്ടുകൊണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവങ്ങൾ തന്നിരിക്കണം എന്ന ആശയമാണ് ഡു ഉഡ് ഡേ എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ ആ നിലയിൽ സമർപ്പണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് ദൈവങ്ങൾ തരണം. അങ്ങനെ ഒരു കരാറ് അവർ ദൈവങ്ങളോട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ സമാന വീക്ഷണം പുലർത്തുന്ന അന്യജാതികളിൽ നിന്നും അന്യമതങ്ങളിൽ നിന്നും ഈ വിശ്വാസങ്ങളെയൊക്കെ സ്വീകരിച്ചിരുന്നത് കൊണ്ട് ഈ റോമൻ മതം നിലനിന്നിരുന്നത് മോസ് മയോറം എന്ന അടിസ്ഥാനത്തിന്മേലാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി പൂർവികന്മാർ കാണിച്ചിരുന്നത് എന്താണോ അതിൽ അധിഷ്ഠിതമായി നിലനിന്നു പോന്ന ഒരു ജനസമൂഹം അല്ലെങ്കിൽ ഒരു മതവർഗമാണ് ഈ റോമാക്കാർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോസ് മയോറം എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് ആൻസെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രഡീഷൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ന് സ്വാഭാവികമായും നാം സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ കത്തോലിക്ക സഹോദരരുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ഏറ്റവും അധികം കേൾക്കുന്ന വാക്കാണ് ഞങ്ങൾ പാരമ്പര്യക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള മാതൃക അനുസരിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ പൂർവ്വപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൂർവ്വഗാമികളുടെ ഒക്കെ വിശ്വാസത്തെ ഞങ്ങൾ അനുകരിക്കുന്നു എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഏക വർഗം റോമൻ മതത്തിലുള്ള പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. അപ്പോ ഇന്ന് നമ്മുടെ കത്തോലിക്ക സമൂഹത്തിൽ ഉള്ള നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വാസ്തവത്തിൽ ആ കാര്യങ്ങളുടെ തുടക്കം കിടക്കുന്നത് അവിടെയാണ്. കാരണം നമ്മുടെ ബഹുമാന്യരായ കത്തോലിക്ക സഹോദരങ്ങൾ അവകാശപ്പെടുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അവര് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കതിനോ എതിർപ്പൊന്നുമില്ല, ആയിക്കോട്ടെ. കാരണം AD 110 സെയിന്റ് ഇഗ്നേഷ്യസ് ആണ് കത്തോലിക്ക എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എന്നവർ അവകാശപ്പെടുന്നു. AD 110 സ്മിർനേനിയൻസിന് ലേഖനം എഴുതിയപ്പോൾ അതിലാണ് ഗ്രീക്ക് പദമായ കാതോലിക്കോസ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് എന്ന് അവകാശപ്പെടുന്നു. ആ കാതോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കത്തോലിക്ക എന്ന പദത്തിന്റെ ഉൽപ്പത്തി. അതിൻ്റെ ശരിയായ അർത്ഥം വരുന്നത് യൂണിവേഴ്സൽ അഥവാ സാർവത്രികം എന്നുള്ളതാണ്. അപ്പോ മിലാൻ വിളംബരത്തിനു മുമ്പ് തന്നെ ഈ ഒരു സഭാവിഭാഗം തുടങ്ങി എന്ന് പറയുമ്പോൾ ആ സഭാവിഭാഗത്തിന്റെ സ്വാധീനം റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായി എന്ന് വരികയും ആ റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പല രീതികളും ഇതിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഈ പാരമ്പര്യം എന്ന വാക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഞങ്ങൾ അനുസരിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. മാത്രമല്ല അന്നത്തെ റോമൻ സമൂഹം അതേപോലെ ഗ്രീക്കുകാരും പരസ്പരം ദൈവങ്ങളെ വെച്ചു മാറുക, സംസ്കാരങ്ങളെ വെച്ചു മാറുക, ഇതിനൊക്കെ കൃത്യമായിരിക്കുന്ന രേഖകളുണ്ട്. അന്നത്തെ പല എഴുത്തുകാരും ഉപയോഗിച്ചിരുന്ന ചില സംജ്ഞകൾ, ചില സാങ്കേതിക പദങ്ങൾ, ഉദാഹരണത്തിന് ഇന്റർപ്രറ്റേഷ്യോ ഗ്രേക്ക, ഇന്റർപ്രറ്റേഷ്യോ റൊമാന എന്നൊക്കെയാണ്. ഗ്രേക്കരും റോമാക്കാരും അവരുടെ ദൈവങ്ങളുടെ കാര്യങ്ങളിൽ തമ്മിലുള്ള ഉൾക്കൊള്ളലുകളാണ് ഇതിൻ്റെയൊക്കെ ഇതിവൃത്തം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ബിന്ദുവിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് നാം ക്രിസ്ത്യാനിത്വത്തെ വിലയിരുത്തേണ്ടത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ മോണോതിസ്റ്റുകളാണ്, അവര് ഏകദൈവ വിശ്വാസികളാണ്.
അവർക്ക് അന്യവിശ്വാസങ്ങളെ, റോമാക്കാരുടേതാണെങ്കിലും ഗ്രേക്കരുടേതാണെങ്കിലും, അതിനെ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ പാരമ്പര്യങ്ങളോട് ഇഴുകിച്ചേരുവാനോ അതിൻ്റെ വിശ്വാസങ്ങളെ സ്വാംശീകരിക്കുവാനോ അവരുടെ ദേവന്മാരെ ഉൾക്കൊള്ളുവാനോ കഴിയുമായിരുന്നില്ല. അതേപോലെ തന്നെ റോമാക്കാരുടെയോ ഗ്രീക്കുകാരുടെയോ പൗരോഹിത്യ സമ്പ്രദായത്തിലേക്ക് ഇഴുകിച്ചേരുവാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ചക്രവർത്തിയെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്നവരാണ് റോമാക്കാര്. ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും അതിന് കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ കേവലം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവത്തെ മാത്രമല്ലാതെ മനുഷ്യരെ ആരാധിക്കരുതെന്നും കൃത്യമായി വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് റോമാക്കാരുടെ ചക്രവർത്തിയെ ദൈവമായി കണ്ട് ആരാധിക്കുവാനായിട്ട് അവരെ കൊണ്ട് കഴിയുമായിരുന്നില്ല. അതേപോലെ തന്നെ അവര് യഹൂദ നികുതി അഥവാ ജൂയിഷ് ടാക്സ് കൊടുക്കുവാൻ ഒരുക്കമായിരുന്നില്ല. ജൂയിഷ് ടാക്സ് അഥവാ ഫിസ്കസ് ജുഡായിക്കസ് എന്ന് പറയുന്ന ആ നികുതി കൊടുക്കുവാൻ അവർ തയ്യാറായില്ല. എന്തുകൊണ്ട് തയ്യാറായില്ല? കാരണം ക്രിസ്ത്യാനികളിൽ നിന്ന് ആ പണം പിരിച്ചിട്ട് അവർ ഒരിക്കലും യഹൂദന്റെ ദൈവാലയ നിർമ്മിതിക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ആലയങ്ങൾ നിർമ്മിക്കാനോ അല്ല. നേരെ മറിച്ച് റോമാ സാമ്രാജ്യത്തിലെ പ്രധാന ദേവനായ ജൂപ്പിറ്റർ ഒപ്റ്റിമസ് മാക്സിമസിന്റെ തകർക്കപ്പെട്ട ദൈവാലയ പുനർനിർമ്മിതിക്കാണ് ആ പണം ഉപയോഗിച്ചത്. ഇങ്ങനെയുള്ള ഈ നികുതികളൊന്നും കൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്നതിനാൽ, അതായത് രാഷ്ട്രീയ കാരണം, മതകാരണം, ആത്മീക കാരണം, ഇങ്ങനെ പല കാരണങ്ങളാൽ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ നികൃഷ്ടമായി, അതിക്രൂരമായി, അതിദാരുണമായി, കഠോരമായി പീഡിപ്പിക്കപ്പെട്ട ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അന്നത്തെ ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനത്തിന്റെ ചരിത്രം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയം നിന്നുപോകും. അത്രമേൽ ഭീകരമായ, കഠിനമായ, കഠോരമായ പീഡനങ്ങളിലൂടെ അവർ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ പീഡനങ്ങളുടെ ചരിത്രമൊന്നും ഞാൻ വിവരിക്കുന്നില്ല, അതൊക്കെ നമ്മുടെ ക്ലാസ്സിന് പുറത്തുള്ള കാര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു സ്വപ്നം കാണുന്നതും യുദ്ധം വിജയിക്കുന്നതും അതേപോലെ തന്നെ മിലാൻ വിളംബരത്തിലൂടെ പിന്നീട് തെസ്സലോനിക്ക വിളംബരത്തിലൂടെയൊക്കെ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തീയ മതം മാറുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഈ വിളംബരത്തിലൂടെ കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ സ്വീകാര്യത, ചക്രവർത്തിയുടെ അടുക്കലേക്കുള്ള പ്രവേശനം, ഇവയെല്ലാം സാധിച്ചു. അവരുടെ വിശ്വാസത്തിന് വ്യാപനം സംഭവിച്ചു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തിന്റെ നൈർമല്യത ഈ റോമാ സാമ്രാജ്യത്തെ പുൽകേണ്ടതിന് പകരം അതിനെ മുഴുവനായി ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കേണ്ടതിന് പകരം ചരിത്രം നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നത് റോമാ സാമ്രാജ്യത്തെ ക്രിസ്ത്യാനിത്വം പുൽകേണ്ടതിന് അല്ലെങ്കിൽ മൂടേണ്ടതിന് പകരം നാം തിരിച്ചാണ് കാണുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ എല്ലാവിധമായ മലിനതകളും വിശ്വാസപരമായ എല്ലാ മാലിന്യങ്ങളും ഈ ക്രിസ്ത്യാനിത്വത്തെ മൂടുവാനായി, അതിനെ പൂർണ്ണമായി വിഴുങ്ങുവാനായി ഇടയായതായിട്ടാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ റോമൻ മതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളും ഇതിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, അതൊരു പേരില്ലാ മതമായിരുന്നു. അതായത് ക്രിസ്ത്യാനിത്വം റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാകുന്നത് വരെ ഈ റോമൻ മതത്തിനൊരു പേരുണ്ടായിരുന്നില്ല. അത് പാരമ്പര്യത്തിലും പൂർവ പിതാക്കന്മാർ കാണിച്ച മാതൃകയിലുമൊക്കെ അധിഷ്ഠിതമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എങ്കിലും അവർക്ക് അവരുടേതായ ദേവന്മാരും ദേവതകളും അവരുടെ മക്കളുമൊക്കെ ആയിട്ടൊരു വലിയ ദേവഗണ സമൂഹം അവർക്കുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ജൂപ്പിറ്റർ അവരുടെ പ്രധാന ദേവനായിരുന്നു. ജൂപ്പിറ്ററിന്റെ ഭാര്യയാണ് ജുനോ. അതേപോലെ തന്നെ മാർസ് യുദ്ധദേവനായിരുന്നു. അതേപോലെ മെർക്കുറി അവരുടെ വ്യാപാര ദേവനായിരുന്നു. അതേപോലെ തന്നെ ബാക്കസ് വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന ദേവനായിരുന്നു. മിനർവ ജ്ഞാനത്തിന്റെ ദേവതയായിരുന്നു.
ഇങ്ങനെ അനേക ദേവന്മാരെയും ദേവിമാരെയും നമുക്ക് റോമാ മതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം, ഈ ഒരു സമ്പ്രദായം ഒരിക്കലും വിശുദ്ധ ബൈബിളിലോ ശ്ലീഹന്മാരുടെ അഥവാ അപ്പോസ്തലന്മാരുടെ ചരിത്രത്തിലോ സുവിശേഷങ്ങളിലോ ഒന്നും നാം കാണുന്നില്ല. സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏകദൈവ വിശ്വാസമാണ്. അവിടെ ഏതെങ്കിലും ദേവനോ ദേവതയ്ക്കോ യാതൊരു സ്ഥാനവുമില്ല. അവിടെ വിഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല. അവിടെ മറ്റേതെങ്കിലും നിലയിലുള്ള വിശ്വാസത്തിന്റെ വിളയാട്ടം കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ക്രൂശിൽ ഒരുങ്ങിയ രക്ഷയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നാം ചരിത്രം പഠിക്കുമ്പോൾ കത്തോലിക്കരായ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളോട് യാതൊരു വിധത്തിലുമുള്ള ദുഃഖമോ പരിഭവമോ തോന്നരുത്. എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ റോമാ മതത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള പ്രാർത്ഥനാ രീതികൾ, റോമാ മതത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ആരാധനാ രീതികൾ എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിത്വത്തിലേക്ക് കടന്നു വന്നത്? ബൈബിളിൽ ഇല്ലാത്ത വിഗ്രഹാരാധന എങ്ങനെ വന്നു? ബൈബിളിൽ ഇല്ലാത്ത മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെ വന്നു? ബൈബിളിൽ ഇല്ലാത്ത വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന എങ്ങനെ വന്നു? ബൈബിളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ യേശു പഠിപ്പിച്ചിട്ടില്ലാത്ത, അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലാത്ത ദൂതന്മാരോടുള്ള പ്രാർത്ഥന, ദേവന്മാരോടുള്ള പ്രാർത്ഥന, ഇതൊക്കെ എങ്ങനെയാണ് നമുക്കിടയിൽ വന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമല്ലേ? ഇതിൻ്റെയൊക്കെ വേര്, ഇതിൻ്റെയൊക്കെ മൂല്, ഇതിൻ്റെയൊക്കെ റൂട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് AD 313 മിലാൻ വിളംബരത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ദുർവിനിയോഗിക്കപ്പെടുകയും റോമാ മതത്തിന്റെ സ്വാധീനം ക്രിസ്ത്യാനികളിലേക്ക് വന്നപ്പോൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു കൂട്ടം വിഭാഗം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ. 313 മുൻപ് വരെയുള്ള ക്രിസ്ത്യാനിത്തെ എന്തുകൊണ്ട് അതിനെ അംഗീകരിച്ചില്ല? എന്തുകൊണ്ട് അതിനെ സ്വീകരിച്ചില്ല? പ്യുവറായിട്ടുണ്ടായിരുന്ന വിശുദ്ധമായ നിലയിൽ ഇതിനെ ആചരിച്ചു പോന്നിരുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ആ 313 മുമ്പുണ്ടായിരുന്നു. അവർ സ്വീകരിക്കാത്ത, അവർ അംഗീകരിക്കാത്ത, അവർ ഉൾക്കൊള്ളാത്ത ഈ കാര്യങ്ങൾ 313 ശേഷം അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഒരു കൂട്ടം വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവര് ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതല്ലേ സത്യം. അവിടെയാണ് AD 110 മുതലേ കത്തോലിക്ക സഭ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന കത്തോലിക്ക സഭയും അന്നുണ്ടായിരുന്ന കത്തോലിക്ക സഭയും തമ്മിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആരാധനാപരമായ കാര്യങ്ങളിൽ ഇത്തരം ഉൾക്കൊള്ളലുകളിൽ അന്യമതങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ദേവന്മാരെ പേരുമാറ്റി ഉൾക്കൊള്ളുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഞങ്ങൾ സ്ഥാപിക്കുന്നതിന്, പറയുന്നതിന്, തെളിയിക്കുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇത് നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. ഞാൻ ചില താരതമ്യങ്ങൾ ഒന്ന് പറയാം. റോമൻ മതത്തിൽ പ്രധാന ദേവനായി ജൂപ്പിറ്റർ ഉണ്ടായിരുന്നു. നമ്മൾ കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളിലേക്ക്, ഇത് മൂന്നുമാണല്ലോ മുഖ്യധാര വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരച്ഛൻ പറഞ്ഞത് അംഗീകരിക്കപ്പെടുന്ന 3 വിഭാഗങ്ങളെ ക്രിസ്തീയ സഭയ്ക്കകത്തുള്ളൂ. അത് 1 കത്തോലിക്ക സഭ, 2 യാക്കോബായ സഭ, 3 മാർത്തോമാ സഭ, ഓർത്തഡോക്സ് സഭ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ 3ലും ഈ നിലയിലുള്ള ഉൾക്കൊള്ളലുകൾ, അന്യമതങ്ങളിൽ നിന്നുള്ള ഉൾക്കൊള്ളലുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ബൈബിൾ വെളിപ്പെടുത്താത്ത, ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, അപ്പോസ്തലിക പാരമ്പര്യത്തിലില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം AD 313 ശേഷമാണ് എന്നുള്ളത് നാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു താരതമ്യ പഠനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് റോമാക്കാർക്ക് പ്രധാന ദേവനായി ജൂപ്പിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് അവരുടെ പ്രധാന ആളെന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. എന്നാൽ റോമാക്കാർക്ക് ജുനോ എന്ന ദേവത ഉണ്ടായിരുന്നത് പോലെ ഇവിടെ ഇതാ മറിയയെ വണങ്ങുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മറിയയോട് മധ്യസ്ഥം അപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ എത്രയോ വിശുദ്ധന്മാര്, അവർക്ക് മിനർവ ഉണ്ടായിരുന്നത് പോലെ,
അവർക്ക് മാർസ് ഉണ്ടായിരുന്നത് പോലെ, അവർക്ക് മെർക്കുറി ഉണ്ടായിരുന്നത് പോലെ, അവർക്ക് ബാക്കസ് എന്ന ദേവൻ ഉണ്ടായിരുന്നത് പോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഗബ്രിയേൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്നു, സെയിന്റ് എഫ്രൈമിനോട് പ്രാർത്ഥിക്കുന്നു, സെയിന്റ് സെബാസ്റ്റ്യനോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ സെയിന്റ് യൂദയോട് പ്രാർത്ഥിക്കുന്നു. കമിതാക്കൾക്ക് വരെ ഇവിടെ വിശുദ്ധൻ ഉണ്ടെന്നുള്ളതാണ്, പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധൻ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഏതാണ് ആ വിശുദ്ധൻ? സെയിന്റ് വാലന്റൈൻ. കമിതാക്കളുടെ ഒക്കെ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഉതകുന്ന ഒരു വിശുദ്ധനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ ഇത്തരം ഭക്തി പ്രകടനങ്ങളിൽ, ഇത്തരം വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും ഭീകരമായി വളർച്ച പ്രാപിച്ചത്, ഭീകരം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമേൽ ഭീകരമായി വളർച്ച പ്രാപിച്ച് പന്തലിച്ച് ജനമനസ്സുകളിൽ നിന്ന് പറിച്ചെറിയുവാൻ കഴിയാതെ വണ്ണം വേര് പിടിച്ചുപോയ വിശ്വാസം മറിയയെ കുറിച്ചുള്ള വിശ്വാസമാണ്, മറിയയോടുള്ള ആരാധനയാണ്. ആ മറിയയെ കുറിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാവണം. ആ മറിയയോടുള്ള പ്രാർത്ഥനയുടെ ചരിത്രം, അതിൻ്റെ വളർച്ച, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പരിശോധിക്കാം എന്ന് ചിന്തിക്കുകയാണ്. നാം പ്രത്യേകമായിട്ട് ഹൈപ്പർദൂലിയ എന്ന വാക്കിന്റെ അർത്ഥം നോക്കണം. മറിയ ഭക്തി വളർത്തിയെടുക്കാൻ ഈ നമ്മുടെ പ്രിയ കത്തോലിക്ക സഹോദരങ്ങൾ അല്ലെങ്കിൽ ആ സഭ ഉപയോഗിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചരിത്ര വഴികളിലൂടെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.